സോൺ മലയാള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ വരുന്നത്. നമ്മുടെ ഏകദേശം ഞങ്ങളെ വീടിൻ്റെ അടുത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിനപ്പുറത്ത് തന്നെ ഒരു തുറയിൽ കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പങ്കുവെക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൺ എന്തായാലും അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് തുറയിൽ കോട്ടയിലേക്ക് പോകാം. അപ്പോൾ പോകുന്ന വഴിയാണ്. അപ്പം ഫ്രണ്ട്സ്, നമ്മളിപ്പം തുറയിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഏകദേശം കാരന്തൂരാണ് ഇതിൻ്റെ കറക്റ്റ് സ്ഥലം. അതായത് കോഴിക്കോട് ജില്ലയിൽ കാരന്തൂരാണ് സ്ഥലം. കാരന്തൂരിൽ നിന്നും നമ്മൾ ടൗണിൽ നിന്ന് വരുമ്പോൾ, അതായത് കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് കാരന്തൂർ എത്തുന്നതിന് മുന്നേ അവിടെ ഒരു തുറയിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബോർഡിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പാലുണ്ട്. ആ പാലത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല അവിടേക്ക് കയറാൻ പറ്റുമോ ഭഗവതി ക്ഷേത്രത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെ ക്ഷേത്രവും കൂടെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കോട്ടയിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളതൊന്നും പൂർണ്ണമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം കണ്ടെയ്ൻമെൻറ് സോൺ ആയതുകൊണ്ട് ഇപ്പോൾ ഏതൊക്കെ ഏരിയയിൽ കണ്ടെയ്ൻമെൻറ് സോൺ ആക്കിയിട്ടുണ്ട്, ഏതൊക്കെ ഏരിയയിൽ കണ്ടെയ്ൻമെൻറ് സോൺ ആക്കിയിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ വരെ പോവുകയാണ്. അപ്പം കൂടുതൽ കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കാണിച്ചു തരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ തീർച്ചയായിട്ടും കൊടുക്കുന്നതാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ഥലത്ത് ഞാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ കറക്റ്റ് സ്ഥലം ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു തന്നിരിക്കും എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും കോട്ടയുടെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് പോയി നോക്കാം. എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം. ഓക്കെ, കോട്ടയിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. തുറയിൽ ക്ഷേത്രത്തിലേക്ക് കയറുന്ന ആ ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മളെ പരിചയപ്പെടുത്താനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്ത പഴമാണിത്. കണ്ടില്ലേ, നല്ല വൃത്തിയിൽ കണ്ടില്ലേ, പൊളിച്ച് നല്ല വൃത്തിയിലാണ് കഴിക്കുന്നത്. അപ്പം അവർക്കിപ്പോൾ ഫുഡ് കിട്ടാത്തത് കൊണ്ട് ഭയങ്കര അഗ്രസീവായിട്ട് നടക്കുകയാണ്. കാരണം വെച്ചാൽ അവർക്ക് ഫുഡും കാര്യങ്ങളും, കാരണം ഇപ്പം കണ്ടെയ്ൻമെൻറ് സോൺ ആയതുകൊണ്ട് അവർക്കിപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേ പോയി നോക്കാം. ഇനിയിപ്പോൾ പിടിച്ച് പറക്കിയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം, എന്താ ചെയ്യാന്നുള്ളതൊന്ന് പോയി നോക്കാം നമുക്ക്. ഇവിടെ ഭഗവതി ക്ഷേത്രത്തിൻ്റെ, അതായത് കോട്ടയുടെ ഉള്ളിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ നടയിലെത്താനായിട്ടുണ്ട്. അപ്പം എവിടുന്നൊക്കെയാണ് കുരങ്ങന്മാർ എവിടുന്നൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ക്ഷേത്രത്തിന് ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ആ ചരിത്രം നമുക്ക് അവസാനത്തേക്ക് പറയാം. കാരണം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചടപ്പിക്കലാവും. അപ്പോൾ ആ ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനത്തേക്ക് പറയാം. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. കോട്ടയനുള്ളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുരങ്ങന്മാർക്കൊന്ന് ഫുഡ് കൊടുക്കാം. ഇപ്പോൾ ഇല്ല, എനക്ക് തന്നെ ബാ ഇതാ. ഇതിപ്പോൾ ഇതിനുള്ളിലെത്തിയിട്ടുണ്ട്. പൊയ്ക്കോ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇവർ ഫുഡ് ഇതെന്താ വെച്ചാൽ ഒരാൾക്ക് ഓരോന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇവർ മൊത്തമായിട്ട് കഴിക്കും. ഇതിപ്പോൾ അവിടെ ഇരുന്ന് തന്നെ കഴിക്കുന്നത് എന്തിനാ വെച്ചാൽ അവർക്ക് അടുത്തത് ഇപ്പോൾ വരും. ഈ വടി എന്താ വെച്ചാൽ അവർക്ക് വടി പേടിയാണ്. പക്ഷെ വലിയൊരു ഇതൊന്നുമില്ല. എന്നാലും പേടിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഇതാണ് കോട്ടയൻ്റെ ഏകദേശം ഒരു ഉത്ഭാഗം തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പിന്നെ വരുന്നുണ്ട്. അപ്പോൾ മേടിച്ച ആൾ തന്നെയാണ് പിന്നെ വരുന്നത്. അപ്പോൾ വടി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ വേറെ ആർക്കും കിട്ടൂല. കാരണം അവിടെ ഇരുന്ന് തന്നെ തിന്നും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ബാക്കിയുള്ള കുരങ്ങന്മാരെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉള്ളോട്ട് പോയി നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. അപ്പം ഇവിടെ വരുന്ന സമയത്ത് ആരെങ്കിലും ഫുഡ് കൊടുക്കുകയോ ആരെങ്കിലും ചെയ്യുന്ന സമയത്ത് കഴിയുന്നത് ഒരു വടി കയ്യിൽ വെക്കുക. കാരണം ചില വടി കയ്യിൽ വെക്കുക എന്താ വെച്ചാൽ അവരെന്തായാലും വരും. എന്തായാലും വരും. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. നമുക്ക് നേരെ കുറച്ചങ്ങോട്ട് പോയി നോക്കാം. കോട്ടയൻ്റെ ഏകദേശം ഒരു നല്ല കണ്ടില്ലേ, നിറച്ച് അപ്പുറം ഇപ്പുറമൊക്കെ ഒരു കാട്, ഒരു കോട്ടയൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്ഥലം ഉണ്ട് എന്നുള്ളത്. കാരണം ഇപ്പോൾ അവിടെ ഇപ്പോൾ വെള്ളം കയറിയത് കൊണ്ട് എന്താ സ്ഥിതി അറിയില്ല. അപ്പോൾ അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നേരെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം.
എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? ഇവിടെ ഒരുപാട് ഇതിപ്പോൾ ഞാനിരിക്കുന്ന ഒരു വള്ളീൻ്റെ മുകളിലാണ്. അടിപൊളിയാണ്. നമുക്ക് നേരത്തെ കണ്ട ആ കുറച്ച് കുരങ്ങന്മാർ മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ളൂ. കുറച്ച് ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റുന്നതായിരുന്നു വിശ്വാസം. അപ്പം കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കയ്യിലുണ്ട്, ഇതുവരെ തീർന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, നമുക്ക് നടയിലേക്ക് തന്നെ ഒന്നുകൂടി പോയി നോക്കാം. കാരണം അവരിപ്പം ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് അവർ കുറേ എന്താ പറയുക ഇവിടുന്ന് മാറി, അമ്പലത്തിൽ നിന്ന് മാറിയിട്ട് വീടുകളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ഇപ്പം വീടുകളിൽ പോയി എന്താ പറയുക അവിടുത്തെ തേങ്ങയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇപ്പം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിലൊക്കെ ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. പക്ഷേ നമുക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. കാരണം ഫുഡ് കൊടുക്കാൻ വരാൻ പറ്റും. ഫുഡ് കൊടുക്കുന്നുണ്ട്, ഇവിടുത്തെ അമ്പല കമ്മിറ്റിക്കാർ ഭാരവാഹികളൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പരിമിതി ഉണ്ട്. കാരണം ഇവിടെ ഇപ്പം വലിയ വരുമാനമോ കാര്യങ്ങളോ ഇല്ല. കാരണം ഭക്തജനങ്ങൾ വരുന്നില്ല. അപ്പോൾ ആ വരുമാനമോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ കിട്ടുന്നില്ല. അപ്പം അവരുടെ പരിമിതിക്കുള്ളിൽ തന്നെ അവർ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം ഒരു 3 നേരമൊക്കെ കൊടുക്കാൻ, അല്ലെങ്കിൽ 2 നേരമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവരെന്ന് പറഞ്ഞാൽ ഒരുപാട് കുരങ്ങന്മാരുണ്ട് ഇവിടെ. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, വള്ളിക്കാട്ടാവിൻ്റെ ഏകദേശം അത്ര തന്നെ കുരങ്ങന്മാർ ഇവിടെ ഉണ്ട്. കാരണം വള്ളിക്കാട്ടാവ് ഏവർക്കും സുപരിചിതമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ പോകാറുള്ളതാണ്. അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം കൂടുതൽ കുരങ്ങന്മാരെ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. കാരണം ഞാനിപ്പം ഈ കുറച്ചൊരു ഉള്ളോട്ടാണിപ്പോൾ. കാരണം ഇവിടെ വരുന്ന സമയത്ത് ഒരു ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ. ഞാനിപ്പോൾ അവിടെ വന്ന സമയത്ത് 2 ഷൂട്ടിങ് നടക്കുന്നുണ്ട്. ഒരു കല്യാണ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു കവർ പേജിൻ്റെ ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു കവർ പേജിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു മരങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ സ്വത്ത്, ഇവിടുത്തെ ആ ഒരു ആൾക്കാർക്ക് തന്നെയാണ് ഇവിടുത്തെ സ്വത്ത് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഉള്ള എന്താ പറയുക കുരങ്ങന്മാർക്കും ഇവിടെ ഉള്ള ഈ മരങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും ആരും മുറിച്ചു കൊണ്ടുപോകുമോ അല്ലെങ്കിൽ വീടുകളിലേക്ക് ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുമോ ഒന്നും ചെയ്യില്ല. കാരണം അതാണ് ഇവിടുത്തെ ആചാരം അനുഷ്ഠാനമൊക്കെ. കാരണം ഇവിടുത്തെ ഒരു ചുള്ളിക്കമ്പ് പോലും ആരും എടുത്തു കൊണ്ടുപോകില്ല. അത്രയും എന്താ പറയുക ശക്തിയുള്ള, അതായത് ഈ കോട്ടയ്ക്കുള്ളിൽ വാണരുളുന്ന ശക്തിയുള്ള ദേവിയാണ്. അപ്പം എന്താ പറയുക ഇവിടെ വന്നു കഴിഞ്ഞാൽ, കാരന്തൂർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക അങ്ങനത്തെ എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ, ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാം. അപ്പോൾ എന്തായാലും ഒന്നുകൂടി നടേൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. നടയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ നമുക്ക് ഈ ഫുഡ് നമ്മൾ എടുത്തു കൊണ്ടുവന്ന ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വിശ്വാസം. അപ്പം എന്തായാലും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഈ കുരങ്ങന്മാരെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ അനുഷ്ഠാനങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇവിടെ രൂപപ്പെട്ടതെന്നുള്ളതും ഇതിൻ്റെ ഒരു പൂർവികമായിട്ടുള്ള ഒരു കഥ ഉണ്ട്. ആ കഥ എങ്ങനെയാണെന്നുള്ളതും ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം, അതായത് ഇതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പറയാം. ഒരുപാട് കൊടുക്കാൻ പറ്റിയില്ല. കണ്ടില്ലേ ഞങ്ങൾ
രണ്ടെണ്ണം കൊടുത്തില്ല, ഇയാൾക്ക് രണ്ടെണ്ണം കൊടുത്തതാ. അത് അതാ നല്ല ചൂടിലാണ്, ഇവർക്കൊന്നും കൊടുത്തില്ല, ഇവർക്ക് കൊടുത്തു. ഇപ്പോൾ ഫുഡ് നമുക്ക് അടുത്ത ദിവസമൊക്കെ വരുമ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കാം. ഫുഡ് കുറച്ചായിരുന്നു കൊണ്ടുവന്നത്, കാരണം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഉള്ളത് കൊണ്ട് കുറവാണെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഫുഡ് കുറച്ചാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഉള്ളത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർ മേടിച്ചവർ തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മളെ എന്താ പറയുക ഇവിടുത്തെ കാഴ്ചകൾ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ തുറയൂർ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ തുറയൂർ കോട്ടയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ഈ ഒരു കോട്ടയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഒന്ന് ഞാൻ ജസ്റ്റ് പറയാം. ഒരുപാട് ദീർഘിപ്പിക്കില്ല, കുറഞ്ഞ രീതിയിൽ ഞാൻ പറയാം. രാമരാവണ യുദ്ധകാലത്ത് അതായത് ലക്ഷ്മണന് അമ്പേറ്റ സമയത്ത് മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് എന്തായാലും വേണ്ടി വന്നിരുന്നു. അപ്പം അത് 7 മലയും താണ്ടിയിട്ടാണ്, ആ യുദ്ധകാലത്ത് ആ 7 മലയും താണ്ടിയിട്ടാണ് ഹനുമാൻ മൃതസഞ്ജീവിനി എടുക്കാൻ പോയത്. അപ്പം മൃതസഞ്ജീവിനി എടുക്കാൻ പോയ സമയത്ത് ഹനുമാന് ഏതാണ് മൃതസഞ്ജീവിനി എന്ന് അറിയാൻ പറ്റിയില്ല. അപ്പം ആ സമയത്ത് തന്നെ ഹനുമാൻ ആ മരുത്താമല മൊത്തമായിട്ട് എടുത്തു കൊണ്ടുവന്നു. ഏകദേശം ആ യാത്രക്കിടെ ഏകദേശം ഒരു കഷ്ണം ഇവിടെ അടർന്നു വീണതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ അത് ഈ കോട്ടയുടെ ചരിത്രമാണ്. പിന്നെ അതിന് ശേഷം ഈ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഈ ദേവിയുടെ ചരിത്രം എന്ന് പറയുന്നത് കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കൂവ, നമുക്കറിയാൻ മതിയാവും, കൂവ അതൊക്കെ അറിയാൻ മതിയാവും. കൂവപ്പൊടി അല്ലെങ്കിൽ കൂവപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി കൂവ കൊത്തുന്ന സമയത്ത് അവിടെ രക്തം കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ രക്തം കണ്ട സമയത്ത് സ്വർണ്ണപ്രശ്നവും കാര്യങ്ങളൊക്കെ വെച്ച സമയത്ത് ഇവിടെ ഒരു ദേവി കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ ആ ദേവി കുടികൊള്ളുന്നത് കൊണ്ട് ഇവിടെ ഒരു ക്ഷേത്രം അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രതിഷ്ഠയായിട്ട് ദേവിയെ പ്രതിഷ്ഠിച്ചതാണ്. ഇവിടെയുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദേവി തന്നെയാണ്, വേറെ അമ്മേ നാരായണ എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. പിന്നെ ഈ അടുത്താണ് വാനരന്മാരെ ഒരു പ്രതിഷ്ഠയും അതുപോലെ തന്നെ ഹനുമാന്റെ പ്രതിഷ്ഠയും വന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു കോട്ടയുടെയും എന്താ പറയുക കൂടുതൽ വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. It's caught in the crossfire. It's caught in the crossfire.